നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 2024 ശേഷം IPL ചെപ്പോക്കിൽ 200 റൺസ് വന്ന ആദ്യ മത്സരമാണ്. എന്നിട്ടും ആ കളി മികച്ച സ്കോർ എന്ന് അവരുടെ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും 209 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ, കളി ജയിക്കാൻ CSKക്ക് കഴിഞ്ഞില്ല. CSKയുടെ പ്രശ്നങ്ങൾ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമായി എക്സ്പോസ് ചെയ്യപ്പെട്ടൊരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. ബാറ്റിംഗ് കഴിഞ്ഞ കളിയിൽ കൊളാപ്സ്ഡ് ആയെങ്കിലും അത് തിരികെ വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അതിനുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ ആ ബാറ്റിംഗ് നിരയിലുണ്ട്, ബാറ്റിംഗ് ലൈനപ്പിലുണ്ട്. ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഇനിയും ക്ലിക്ക് ആവേണ്ടതുണ്ട്. 2 കളികളിലും സഞ്ജു സാംസൺ സിംഗിൾ ഡിജിറ്റ് സ്കോറിന് മടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി നമുക്കറിയാം. അദ്ദേഹം തിരികെ വരുമെന്ന കാര്യം ഉറപ്പാണ്. ഹോപ്പ് അവിടെയുണ്ട്. ഡേവിഡ് ഡു ബ്രവിസ് വരും, ഒന്നുകൂടി മിഡിൽ ഓർഡർ ശക്തമാവുകയും ചെയ്യും. സോ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല. പക്ഷെ ബൗളിങ്ങിൽ ഇനി എന്താണ്? അതാണ് ചോദ്യം. ബൗളിങ്ങിൽ ഇനി എന്താണ്? ആര് വരും രക്ഷിക്കാൻ? നഥാൻ എല്ലിസ് റൂൾഡ് ഔട്ടായി. പകരം വരുന്ന താരം സ്പെൻസർ ജോൺസനാണ്. അദ്ദേഹം കുറച്ച് വൈകിയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. റണ്ണ് നിർലോഭം വിട്ടുകൊടുക്കാറുള്ള താരമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ബൗളിങ്ങിനെ കുറിച്ച് ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ CSKക്കുള്ളത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ രുദ്രാജ് ഗെയ്ക്വാദിൻ്റെ മറുപടി തന്നെ അതിലെല്ലാം ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്നലത്തെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ അദ്ദേഹം പറഞ്ഞത് റിയലി ഗുഡ് സ്കോർ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഐ ഫീൽ ഇറ്റ് വാസ് എ റിയലി ഗുഡ് സ്കോർ. പേസ് ബൗളർമാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നു. ഗ്രിപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ലോവർ ബോൾസ് വെയർ ഗ്രിപ്പിംഗ് ടു. വലിയ ബൗണ്ടറീസ്, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് റിയലി ഗുഡ് സ്കോർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 സീമേഴ്സ്, 2 റിസ്റ്റ് സ്പിന്നേഴ്സ്, അത് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു ഓഫ് ഡേ ആയിരുന്നു. 2ഉം ഗുണം ചെയ്തില്ല. ഞങ്ങൾക്ക് അത് വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയത്. മൊത്തത്തിൽ ബൗളിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് മിക്സ്ചർ ഓഫ് ബോത്താണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, ചിലപ്പോൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. പ്രഷർ വേണ്ട വിധത്തിൽ ബിൽഡ് ചെയ്യാൻ ബൗളിംഗ് നിരക്ക് കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ അവരുടെ റിക്വയർഡ് റൺ റേറ്റ് 11 വരെ ഉയർന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് 1-2 ഗുഡ് ഓവേഴ്സ് എറിഞ്ഞിരുന്നെങ്കിൽ അത് 12-13 എന്ന രൂപത്തിലേക്ക് നമുക്ക് ഉയർത്തിയെടുക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റം ഞങ്ങൾക്ക് വിത്ത് ബോൾ ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ടഫ് വൺ ടു ടേക്ക് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അപ്പോൾ ഇതിലെല്ലാം ഉണ്ടേ. അദ്ദേഹം പറയുന്നു ബാറ്റിംഗ് വൈസ് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ബൗളിംഗ് വൈസ് ലോട്ട് ടു ഇംപ്രൂവ്. ഇനി എന്താ? അദ്ദേഹം എല്ലാം പറയുന്നില്ലേ? ടുഡേ ഐ ഫെൽറ്റ് ടു സ്റ്റിക്ക് അറൗണ്ട് എ ബിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. വിക്കറ്റ് വാസ് ഗ്രിപ്പിംഗ്, സോ തോട്ട് ടു ഹാങ് ഇൻ ദെയർ ആൻഡ് ദെൻ ക്യാഷ് ഇൻ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോട്ട് ഔട്ട് അറ്റ് ദി റോങ് ടൈം എന്ന അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല ബൗളിങ്ങിനെ കുറിച്ച് പറഞ്ഞു നോക്ക്. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈ CSKയുടെ ബൗളിംഗ് നിരക്ക് വേണ്ട വിധത്തിൽ ഒരു പ്രഷർ ഇട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഘട്ടത്തിൽ CSK കളി വേണമെങ്കിൽ പിടിക്കാം എന്ന രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ 13ാമത്തെ ഓവറിൽ അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി 13th ഓവർ PBKs അവരുടെ വിക്ടറി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ 45% മാത്രമായിരുന്നു അവരുടെ വിന്നിംഗ് റേറ്റ് കാണിച്ചിരുന്നത്. ESPN ക്രിക്കറ്റ് ഫോയിഡൊക്കെ കണക്ക് കൂട്ടൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ CSK രാഹുൽ ചാഹറിനെ കൊണ്ടുവരുന്നു, ഒന്നുകൂടി അവരുടെ അഡ്വാൻറ്റേജ് പുഷ് ചെയ്യാൻ. എന്താ സംഭവിച്ചത്? ശ്രേയസ് അയ്യർ 2 സിക്സറുകൾക്ക് അങ്ങ് അടിക്കുന്നു. അങ്ങനെ ശ്രേയസ് അയ്യർ ആ സമയത്തുണ്ടായിരുന്നത് 4 റൺസാണ് 5 പന്തുകളിൽ നിന്ന്. ആ ഓവർ കഴിയുമ്പോഴേക്കും 10 പന്തുകളിൽ നിന്ന് 19 റൺസായി. ആ ഓവർ കഴിഞ്ഞപ്പോൾ, ആ 6 ബോളുകൾ കഴിഞ്ഞപ്പോൾ 45% എന്നുള്ള വിന്നിംഗ് റേറ്റ് 65% എന്ന രൂപത്തിലേക്ക് മാറി. പിന്നെ അത് അവർ പെട്ടെന്ന് 100ആക്കി മാറ്റി. അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ CSKയുടെ ബൗളിംഗ് നിരക്ക് എതിരാളികളെ ഒന്ന് ബുദ്ധിമുട്ടാക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല എന്ന തോന്നലാണ്. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പിച്ചൊക്കെ അവരുടെ സ്ട്രെങ്ത്തിന് അനുകൂലമായിട്ടുള്ള പിച്ചായിരുന്നു. CSKയുടെ സ്ട്രെങ്ത്തിന് അനുകൂലമായിട്ടുള്ള പിച്ച് അത് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ ടീം വീഴുമ്പോൾ, അടുത്ത കളി RCBയെ പോലെ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിനെതിരെ ചിന്നസ്വാബയിലും കൂടിയാകുമ്പോൾ CSKയുടെ ആരാധകർക്ക്
അത്ര വലിയ പ്രതീക്ഷ ഇപ്പോൾ തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 കളികൾ പൊട്ടി നിൽക്കുകയാണ്. തുടർച്ചയായ 3ാമത്തെ കളി പൊട്ടുന്നൊരവസ്ഥയുണ്ടായാൽ അതൊരു ബിഗ് ഡിസാസ്റ്റർ ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.